എല്ലാവർക്കും VVPSC സൊല്യൂഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ ഒരു പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സുമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ഡച്ചുകാരെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റായ പ്രസ്താവന? ഏതാണ് തെറ്റായ പ്രസ്താവന എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഉത്തരം, കേരളത്തിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് ഡച്ചുകാരാണ്. നമുക്കറിയാം, കേരളത്തിൽ ആദ്യമായിട്ട് അച്ചടിശാല ആരംഭിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. എവിടെയാണ് ആദ്യമായിട്ട് അച്ചടിശാല ആരംഭിച്ചത്? കൊച്ചി വൈപ്പിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ്. പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരുടെ ഒരുപാട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ശാസ്ത്രീയ കൃഷിരീതി ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ്. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പുകയില, മരച്ചീനി, വറ്റൽമുളക് ഇതൊക്കെ കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ പണിത പ്രധാനപ്പെട്ട കോട്ടകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പള്ളിപ്പുറം കോട്ട, അതിൻ്റെ മറ്റൊരു പേര് വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട, കൊച്ചിൻ കോട്ട. കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി എന്ന് പറയുന്നത് മാനുവൽ കോട്ടയാണ്. 1503 മാനുവൽ കോട്ടയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി. പണിതത് ആരാണെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ്. അതുപോലെ ഡച്ച് കൊട്ടാരം പണിതത് ആരാണെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ്. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലസ് കോട്ട പണിതത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. തോമസ് കോട്ട അല്ലെങ്കിൽ പറങ്കിക്കോട്ട എന്നറിയപ്പെടുന്ന കോട്ട തങ്കശ്ശേരി, കൊല്ലത്ത് പണിതത് ആരാണെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ്. കൂടാതെ പോർച്ചുഗീസുകാരുടെ 2 പ്രധാനപ്പെട്ട പള്ളികളുണ്ട്. ബോം ജീസസ് പള്ളി ഗോവ, കൂടാതെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി. സെൻറ്റ് ഫ്രാൻസിസ് പള്ളിക്ക് വേറൊരു ചോദ്യം കൂടിയുണ്ട്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പണിത ആദ്യത്തെ പള്ളി ഏതാണെന്ന് ചോദിച്ചാൽ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചിയാണെന്ന് ഓർമ്മിക്കുക. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചതാരാണെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ്. അതിൻ്റെ ബാക്കി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. മാർത്താണ്ഡവർമ്മ കൊളച്ചിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി എന്നുള്ളത് ശരിയായിട്ടുള്ള ആൻസറാണ്. കൂടാതെ കേരളത്തിലെ ഡച്ചുകാരുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായ ഹോർത്തൂസ് മലബാറി കേസിൻ്റെ സമാഹരണമായിരുന്നു. അതും കറക്റ്റ് ആൻസറാണ്. ഡിലനോയുടെ കീഴിലുള്ള ഡച്ച് നാവിക ഉദ്യോഗസ്ഥനാണ് തിരുവിതാംകൂർ നാവികസേനയെ ആധുനികവൽക്കരിച്ചതെന്നുള്ളതും ശരിയായിട്ടുള്ള ആൻസറാണ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറി കേസ്. 1678 തൊട്ട് 1703 വരെ വരുന്ന കാലഘട്ടത്തിൽ കേരള ആരാമം എന്നറിയപ്പെടുന്നത് ഹോർത്തൂസ് മലബാറി കേസാണ്. അതിനുള്ള ആകെ വേലങ്ങൾ 12 അതിനകത്ത് 742 സസ്യങ്ങളെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് പ്രതിപാദിച്ച സസ്യം ഏതാണെന്ന് ചോദിച്ചാൽ തെങ്ങാണ്. അത് തയ്യാറാക്കാൻ വേണ്ടി നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ അഡ്മിറൽ വാൻ ഡ്രേഡാണ്. മലയാള ലിപി അച്ചടിക്കാൻ സഹായിച്ചത് ഇമ്മാനുവൽ റോയിയാണ്. അതിൻ്റെ മലയാള പതിപ്പ് പ്രസിദ്ധീകരിച്ചത് ഏത് സർവകലാശാലയിലാണെന്ന് ചോദിച്ചാൽ കേരള സർവകലാശാലയിലാണ്. അതിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി പരിഭാഷകൻ ആരാണെന്ന് ചോദിച്ചാൽ ഇമ്മാനുവൽ കാർണേറോ ആണ്. ഏത് സ്ഥലത്താണത് പ്രസിദ്ധീകരണം നടന്നതെന്ന് ചോദിച്ചാൽ ആംസ്റ്റർഡാം, നെതർലാൻഡ്. കൂടാതെ 1744 ബോൾഗാട്ടി കൊട്ടാരം പണികഴിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഡച്ചുകാരാണ്. ഉപ്പു നിർമ്മാണം, വസ്ത്രത്തിലെ ചായം, പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഡച്ചുകാരാണ്. കൊളച്ചിൽ യുദ്ധം നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1741 ആഗസ്റ്റ് 10. തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ പരിശീലകനാണ് ഡിലനോയി. ഡിലനോയി അറിയപ്പെടുന്ന തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കൂടാതെ തെങ്ങ് കൃഷിയും നെൽകൃഷിയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചത് ഏത് വിദേശികളാണെന്ന് ചോദിച്ചാൽ ഡച്ചുകാരാണ്. ഡിലനോയുടെ സ്മാരകം എവിടെയാണെന്ന് ചോദിച്ചാൽ ഉദയഗിരി കോട്ട, കന്യാകുമാരിയാണ്. ബോൾഗാട്ടി കൊട്ടാരം പണിതതാരാണെന്ന് ചോദിച്ചാൽ ഡച്ചുകാരാണ്. ഇത്രയും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കണം. അടുത്ത ചോദ്യം, നൽകിയിരിക്കുന്ന ജോഡികൾ യോജിപ്പിച്ച് താഴെ കൊടുത്തിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 3. മുക്കുത്ത് സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ കറക്റ്റ് ആൻസറാണ്. കല്ലുമാല സമരം അയ്യങ്കാളി കറക്റ്റാണ്. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ ശരിയായ ഉത്തരമാണ്. അതിൽ ചാണാർ കലാപം പൊയ്കെ യോഹന്നാൻ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ആൻസറാണ്. ചാണാർ കലാപം എന്ന് പറയുന്നത് ചാണാർ കലാപത്തിൻ്റെ മറ്റൊരു പേരാണ് മേൽമുണ്ട് ലഹള. നടന്ന വർഷം 1859. ഒന്നാം ചാണാർ കലാപം നടന്ന വർഷം 1822. തിരുവിതാംകൂറിൽ നടന്നൊരു പ്രക്ഷോഭമാണ് ചാണാർ കലാപം. എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയ ദിവസം 1859 ജൂലൈ 26. അനുവാദം നൽകിയ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ഉത്രം തിരുനാളാണ്. അടുത്ത ചോദ്യം, 2025 മികച്ച വനിതാ കളിക്കാർക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ്? കറക്റ്റ് ആൻസർ ഐത്താന ബോൺമാട്ടി എന്നുള്ളതാണ്. മികച്ച വനിതാ കളിക്കാരുടെ ഫിഫ അവാർഡിൽ തുടർച്ചയായിട്ട് 3-ാം തവണയാണ് ഐറ്റാന ബോൺമാട്ടിക്ക് കിട്ടിയത്. ബാർസലോണക്കാരിയാണ് ഐറ്റാന ബോൺമാട്ടി. എവിടെ വെച്ചിട്ടാണ് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നതെന്ന് ചോദിച്ചാൽ ഖത്തർ, ദോഹയാണ്. അതിൽ മികച്ച പുരുഷ താരം ഔസ്മാൻ ഡോംബലെ ഫ്രാൻസ്,
മികച്ച പുരുഷ കോച്ച് ലൂയിസ് എൻറിക്കെ. മികച്ച വനിതാ കോച്ച് സെറീന വിഗ്മാൻ, ഇംഗ്ലണ്ട്. നാലാമത്തെ ചോദ്യം നോക്കാം. ഔറംഗസേബിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം മാത്രം. അദ്ദേഹം ജസിയ വീണ്ടും ഏർപ്പെടുത്തി. അദ്ദേഹം ആക്രമണാത്മകമായ ഒരു ഡക്കാൻ നയം പിന്തുടർന്നു എന്നത് രണ്ടും കറക്റ്റായിട്ടുള്ള ആൻസറാണ്. ഇനി ഔറംഗസേബിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നമുക്ക് നോക്കാം. ജീവിച്ചിരിക്കുന്ന സന്യാസി എന്നറിയപ്പെടുന്നത് ഔറംഗസേബാണ്. സിംഗ് പീർ അല്ലെങ്കിൽ ജീവിക്കുന്ന സന്യാസി എന്നറിയപ്പെടുന്നത് ഔറംഗസേബ്. മുഗൾ സാമ്രാജ്യത്തിലെ ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്നു. വീണ വായനയിൽ നിപുണനായിരുന്നു. ഡൽഹിയിലെ മോത്തി മസ്ജിദ് പണിതത് ഔറംഗസേബാണ്. ലാഹോറിൽ ബാദ്ഷാഹി മോസ്ക് പണിതത് ഔറംഗസേബാണ്. 9ാമത്തെ സിഖ് ഗുരുവായ തേജ് ബഹദൂറിനെ വധിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാളിൽ കച്ചവടത്തിന് അനുമതി നൽകിയത് ആരാണെന്ന് ചോദിച്ചാലും ഔറംഗസേബാണെന്ന് ഓർമ്മിക്കുക. ഔറംഗസേബിൻ്റെ ഭാര്യയായ റാബിയ ദുറാനിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് ബീബി കാ മക്ബര എന്നതാണ്. ഇനി ബീബി കാ മക്ബരക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. പാവങ്ങളുടെ താജ്മഹൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഔറംഗസേബിൻ്റെ ശവകുടീരം എവിടെയാണെന്ന് ചോദിച്ചാൽ ദൗലത്താബാദാണെന്നും ഓർത്തിരിക്കണം. അടുത്ത 5ാമത്തെ ചോദ്യം നോക്കാം. 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ടിനെ പരാമർശിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1ാമത്തെ പ്രസ്താവന, ഇത് മോർലി മിൻഡോ പരിഷ്കാരങ്ങൾ എന്നറിയപ്പെടുന്നു. ഇത് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അവതരിപ്പിച്ചു. ഇത് പ്രവിശ്യ സ്വയം ഭരണം അവതരിപ്പിച്ചു. ഇത് ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ വലിപ്പം വർദ്ധിപ്പിച്ചു. ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 1ഉം 2ഉം 4ഉം മാത്രം. ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം 4ഉം മാത്രം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ നമുക്ക് ഇന്ത്യൻ കൗൺസിൽ ആക്റ്റുമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ് പരിചയപ്പെടാം. ഇത് മിൻഡോ മോർലി ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നു. ഇത് പ്രത്യേക നിയോജകമണ്ഡലങ്ങൾ അവതരിപ്പിച്ചു. ഇത് ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ വലിപ്പം വർദ്ധിപ്പിച്ചു. അത് 3 നമ്മൾ ഓപ്ഷനിലുള്ള ആൻസറാണ്. കൂടാതെ മുസ്ലിങ്ങൾക്ക് സാമുദായിക പ്രാതിനിധ്യം നൽകുന്ന സമ്പ്രദായം കൊണ്ടുവന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ 1909 ഇന്ത്യൻ കൗൺസിൽ ആക്റ്റാണ്. ഈ ആക്ട് പാസ്സാക്കുന്ന സമയത്ത് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ മിൻഡോ പ്രഭുവാണ്. സ്റ്റേറ്റ് സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ മോർലി പ്രഭുവാണ്. വൈസ്രോയുടെയും ഗവർണറുടെയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ഔദ്യോഗിക അംഗമായി നിയമിതനായിട്ടുള്ള ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ സത്യേന്ദ്ര പ്രസാദ് സിൻഹ. പ്രവിശ്യകളിൽ സ്വയം ഭരണം കൊണ്ടുവന്ന നിയമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിച്ച് പ്രവിശ്യകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്ന സംവിധാനം കൊണ്ടുവന്നത് ഏത് നിയമമാണെന്ന് ചോദിച്ചാൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് എന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കണം. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ഇതുപോലെ ബാക്കി ഒരു 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.